ഹായ് എവരിബഡി. ഇതാരാ പുതിയ കക്ഷി? ഇത് അമ്മയുടെ ക്ലാസ്മേറ്റിന്റെ നീസാണ്, മിസ് റീന. ഹലോ. ഹലോ. വെക്കേഷന് നാട്ടിൽ വന്നതാ. ഇത് നമ്മുടെ പുത്രൻ പുത്രി. കുറച്ചു ദിവസം ഉണ്ടായില്ലേ ഇവിടെ? ഹാവൂ ഭാഗ്യം. ഇവിടുത്തെ ബോർഡിൽ നിന്ന് എനിക്ക് റിലീഫ് ആവും. രക്ഷപ്പെട്ടു. സോറി, എനിക്ക് ഉടനെ പോണം. പ്രാക്ടീസ് ഉണ്ട്. ഊണ് കഴിച്ചിട്ട് പോ. നല്ല കഥ. വിസ്തരിച്ച് ഊണ് കഴിച്ചു പിന്നെ കോട്ടിലേക്ക് ഇറങ്ങി എന്തിനു കൊള്ളാം? ഹാഫ് ഫുൾ, അതാ സുഖം. ഞാൻ 2 സാൻഡ്വിച്ച് കിട്ടി. ഇനഫ്, ഹാപ്പി. ഫിഷ്. ഓ അത് ശരി. മീൻ വേണ്ട വേണ്ട, ഞാൻ കഴിക്കില്ല. ശ്രീമതി പ്യുവർ വെജിറ്റേറിയൻ ആണ്. ഞാൻ പക്ഷെ അങ്ങനെയല്ല. എന്നാലും ഇയാൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞങ്ങളിവിടെ സാധാരണ നോൺ വെജ് ഉണ്ടാക്കാറില്ല. ഇന്നിപ്പോ കുട്ടി ഗസ്റ്റ് ആയതുകൊണ്ട് ഈ ക്ഷത്രിയനും കൂടി മത്സ്യമാംസം തരായി. അല്ല, തിരിച്ചു പോവാൻ ധൃതിപ്പെടണ്ട. അത്രയും ദിവസം കൂടെ എനിക്കും ഇതൊന്ന് തുടരാലോ. വൈകിട്ട് ഞാൻ നേരത്തെ വരാം. എന്നിട്ട് നമുക്ക് കമ്പനി വിടാം. റീന ഓക്കെ? അതുവരെ ഈ വൃദ്ധ ദമ്പതികളുടെ ബോറടി സഹിച്ചേ പറ്റൂ. മമ്മി, ഇങ്ങനെ ഒരു പെണ്ണ്. ഞാൻ നിർത്തി. നിങ്ങൾ സമാധാനമായിട്ട് കഴിക്കേ. എനിക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് ചെരിയണം. ഇനി കുട്ടിക്കളി മാറിയില്ല ചെക്കന്. നീ വാങ്ങിക്കോ എന്റെ. ധൈര്യം ഉണ്ടോ നോക്കിയല്ലേ. അമ്മ ചെയ്യണത് പോലെ ചെയ്താ മതി. ശീലമില്ലാത്ത ആചാരമെന്ന് കരുതി മോള് വിഷമിക്കണ്ട. എല്ലാ ദൈവങ്ങളും ഒന്നാണെന്ന് ടെസ സിസ്റ്റർ പറയാറുണ്ട്. ഒരർച്ചന, മകൻ നക്ഷത്രം, പേര് മീര. ഒരു കുഞ്ഞുണ്ടാവുമ്പോ അതൊരു പെൺകുട്ടിയാവുമെന്ന് ഉറപ്പായിരുന്നു സേതുവേട്ടന്. മുന്നേ കണ്ടുവച്ചിരുന്ന പേരായിരുന്നു മീര. ജനിച്ചതൊരു ബുധനാഴ്ചയാണ്, മകൻ നക്ഷത്രത്തിൽ. വിവാഹത്തെക്കുറിച്ച്, ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെക്കുറിച്ച്, പിന്നുള്ള നാളുകളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു പാവം സേതുവേട്ടൻ. അമ്മയുടെ ചാർച്ചയിൽപ്പെട്ട ഒരാങ്ങളുടെ ഒരേ മകൻ. കൊച്ചുനാൾ തൊട്ടേ മുത്തശ്ശി പറഞ്ഞുറപ്പിച്ച ബന്ധം. സുധ സേതുവിനുള്ള പെണ്ണ്. സേതുവേട്ടന് കസ്റ്റംസിൽ ജോലിയായി. എന്റെ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞാലുടൻ കല്യാണം. 2 മാസം കഴിഞ്ഞൊരു നാളിൽ മുഹൂർത്തം കുറിച്ചു. തറവാട്ടുവക ക്ഷേത്രത്തിൽ ഉത്സവത്തിന് അരങ്ങേറ്റം കഴിഞ്ഞാൽ പിന്നെ എല്ലാ കൊല്ലവും എന്റെ നൃത്തം പതിവായിരുന്നു. പാടാൻ പിന്നണിയിൽ സേതുവേട്ടനും. വരട്ടെ. നിക്ക്. ആര്യപുത്രി അകത്തേക്ക് പ്രവേശിക്കാൻ വരട്ടെ. എന്താണാവോ തോഴിയുടെ പ്രശ്നം? ക്ഷേത്രത്തിലെ ഉത്സവം മിനിഞ്ഞാന്ന് കഴിഞ്ഞു. കൊട്ടാരത്തിൽ നിന്നും ഹോസ്റ്റലിലേക്കെന്ന് പറഞ്ഞ് ഇന്നലെ പുറപ്പെട്ടതാണ് ചങ്ങാതി. ഇവിടെ എത്തുന്നത് ഇന്നും. ഇടയ്ക്ക് ഒരു ദിവസം മോഷണം പോയിരിക്കുന്നു. കാര്യകാരണ സഹിതം ന്യായം ബോധിപ്പിച്ചേ പറ്റൂ. അതോർത്ത് തോഴി വിഷമിക്കണ്ട. ആര്യപുത്രി മറ്റെങ്ങും ആയിരുന്നില്ല, അവകാശപ്പെട്ട പുരുഷന്റെ കൂടെ തന്നെയായിരുന്നു. വിവാഹത്തിന് മുൻപേ മുൻകൂറായി ഒരു ദിവസം ഞാനിങ്ങനെ പതിച്ചെടുത്തു. എന്താ പരാതി ഉണ്ടോ? അത് അങ്ങനെയാണെങ്കിൽ പിന്നെ പരാതിപ്പെടുന്നത് എന്തിനാ? സുധയുടെ കയ്യിൽ മുദ്രക്കടലാസ് ഉണ്ടോ? മുദ്രക്കടലാസോ? അതെ, സ്റ്റാമ്പ് പേപ്പർ. അതെന്തിനാ? പേരും വിലാസവും എഴുതി ഒപ്പിട്ട് കൊടുത്തേക്കാം. ഈ ഒരു ദിവസത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഈ ഉള്ളവൻ ഏറ്റുന്ന്. എന്താ മതിയോ? മതിയേ. സേതുട്ടാ, 17-ാം തീയതി സന്ധ്യയ്ക്ക് മുമ്പ് അങ്ങ് വീട്ടിലെത്തണം. അത്രയല്ലേ ഉള്ളൂ. ഞാൻ വന്ന് പിക്ക് ചെയ്യാം. ഓക്കെ. സേതുമാധവൻ നായർ, കസ്റ്റംസിൽ ജോലി. ഞാൻ കരുതിയത് ആളൊരു പരമബോറൻ അച്ചടി ഭാഷാ നായരാവുമെന്ന. അടുത്ത് പരിചയപ്പെട്ടപ്പോഴല്ലേ മനസ്സിലായത് ആളൊരു അയ്യോടി, കേൾക്കാൻ എന്തൊരു കൊതിയാ നോക്ക്.
പോട്ടേസി എന്നാ കാത് നിറച്ചു കേട്ടോ, ആളൊരു പരമരസികൻ സുന്ദരനാണെന്ന്. എന്താ പോരെ? അസൂയ തോന്നുന്നുണ്ടോ? കലശലായിട്ട് പോവ്. ഇങ്ങനൊരാളെ നിനക്ക് ഒത്തു കിട്ടിയത് നിന്റെ മുജ്ജന്മ സുഹൃതോ. മുജ്ജന്മ സുഹൃതമെന്ന് കരുതി അഹങ്കരിച്ച മനസ്സ് പിന്നെ തിരുത്തി. എന്റെ ഈശ്വര, ഞാൻ എന്താണ് കേൾക്കണം? തകർന്നു നിൽക്കാനുള്ള സമയമല്ല ഇത്. നാലാളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? താഴെയുമില്ലേ ഈ രണ്ട് പെൺകുട്ടികളും? ഈശ്വര. പുറമേ ആരും അറിയുന്നതിന് മുൻപ് സുധയെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. എത്രയും വേഗം ഒരു ഡോക്ടറെ കാണിക്കണം. ഈ അവസ്ഥയിൽ നീ ഒരു അമ്മയായാൽ അച്ഛൻ, അനുജത്തിമാർ, കുടുംബം, ഇതിനെല്ലാം പുറമെ നിന്റെ ഭാവി. കല്യാണം കഴിയാതെ വിധവയായി അമ്മയായി ജീവിക്കേണ്ടി വരുന്ന ഗതികേട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ഞാൻ പറയാണ് സുധേ. അച്ഛന്റെ മനസ്സിലെ തീ നീ കാണണം. ഈ കുഞ്ഞിനെ നീ പ്രസവിച്ചൂടാ. സുധയുടെ ഇപ്പോഴത്തെ ആരോഗ്യനില സേഫ് അല്ല. ഈ കണ്ടീഷനിൽ ഒരു അബോർഷൻ നടത്തുന്നത് റിസ്ക് ആണ്. ഷീ കനോട്ട് സ്റ്റാൻഡ് ഇറ്റ്. പക്ഷേ അറിയാഞ്ഞിട്ടല്ല, വിവാഹത്തിന് മുൻപേ ഗർഭിണിയായ മകളെക്കുറിച്ചുള്ള നിങ്ങളുടെ കൺസേൺ മനസ്സിലാകാഞ്ഞിട്ടുമല്ല. അബോർഷൻ ഇസ് ടോട്ടലി ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ. അത് ഒഴിവാക്കിക്കൊണ്ടൊരു പോംവഴി ആലോചിച്ചേ മതിയാവൂ. ഡോക്ടർ, ഒരു വലിയ ശരി ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ചെറിയ തെറ്റുകൾ കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും. പ്രസവിച്ചു കഴിഞ്ഞ് കുഞ്ഞിനെ വളർത്താൻ മറ്റെന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കണം. കേൾക്കുമ്പോൾ ക്രൂരമായി തോന്നാം, ബട്ട് വി ഹാവ് നോ അതർ വേ. സുധ ചെറുപ്പമാണ്. അവളുടെ ഭാവിയെപ്പറ്റി ആയിരിക്കണം നമ്മുടെ പ്രൈമറി കൺസേൺ. പക്ഷെ ഡോക്ടർ, സുധ ഇതിന് സമ്മതിക്കണം. പറഞ്ഞു മനസ്സിലാക്കി കൺവിൻസ് ചെയ്ത് സമ്മതിപ്പിക്കണം. ഒന്നും അറിയാത്ത എന്റെ അനുജത്തിമാര് അച്ഛന്റെ കണ്ണീരിന് മുന്നിൽ, ടെസയുടെ വാക്കുകൾക്ക് മുന്നിൽ അനുസരിക്കല്ലാതെ അമ്മയ്ക്ക് വേറെ വഴിയില്ലായിരുന്നു. ഹൈറേഞ്ചിലെ ഒരു ബന്ധുവീട്ടിൽ സ്വയം ശപിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടിയ മാസങ്ങൾ. അതിനിടയിൽ ടെസിയെയും വിധി വെറുതെ വിട്ടില്ല. അവളൊടുവിൽ വന്നെത്തിയത് കന്യാസ്ത്രീ മഠത്തിൽ. വിവാഹം, ഒരു വീടിന്റെ മുറ്റം നിറയെ ഓടിക്കളിക്കേണ്ടെന്ന് പിറക്കാനിരിക്കുന്ന കുട്ടികൾ. നിനക്ക് ഓർമ്മയില്ലേ സുധേ, ഞാൻ കണ്ടിരുന്ന വിഡ്ഢി സ്വപ്നങ്ങൾ? ഞാനിപ്പോ അച്ചായന് പെൻഷനായി, പഠിത്തം തുടരാൻ വഴിയില്ല. കെട്ടുപ്രായം എത്തിയ മകളെക്കുറിച്ച് തീ തിന്നുന്ന പാവ അമ്മ. ഈ സന്യാസിനിയുടെ വേഷം തേടി വന്നതല്ല, ഞാൻ സ്വയം ശടിച്ച് നേടിയെടുത്തതാണ്. ആശിക്കുന്നതൊന്ന്, വിധി മറ്റൊന്ന്. നിന്റെ മാത്രം കഥയല്ല സുധേത്, അതോർത്ത് ആശ്വസിക്കേ. എന്നാലും ടെസി, എന്റെ കുഞ്ഞ് ഒരമ്മയുടെ സ്നേഹം അറിഞ്ഞു തന്നെ വളരും. ആ കുഞ്ഞിന് പോറ്റമ്മയായി മാറാനാവും ദൈവം എനിക്ക് ഈ വഴി തിരഞ്ഞെടുത്ത് തന്നത്. പിന്നീട് അച്ഛൻ തന്നെ തേടിപ്പിടിച്ചു കൊണ്ടുവന്ന ഒരു വിവാഹം. ആരെന്നോ എന്തെന്നോ അന്വേഷിച്ചില്ല. ഒരു കളിപ്പാവയെ പോലെ നിന്നു കൊടുത്തു.
സംഗീതത്തെയും ഭാര്യയെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഭർത്താവ്. കഴിഞ്ഞതെല്ലാം മറക്കാൻ ആത്മാർത്ഥമായി ഞാൻ ശ്രമിച്ചു. നിന്നെപ്പോലും. കാതരമാ മൃദുപല്ലവിയെങ്ങോ സാന്ത്വനഭാവം ചൊരിയുമ്പോ കാതരമാ മൃദുപല്ലവിയെങ്ങോ സാന്ത്വനഭാവം ചൊരിയുമ്പോ ദ്വാപരമധുര സ്മൃതികളിലാരോ മുരളികയൂതുമ്പോൾ അകതാരിൽ അമൃതലയമലിയുമ്പോൾ ആത്മാലാപം നുകരാനണയുമോ സുഹൃതയാം ജനനീ മൗനസരോവരമാകെയുണർന്നു സ്നേഹമനോരഥവേഗമുയർന്നു കനകാങ്കുലിയാൽ തമ്പുരുമീട്ടും സുരസുന്ദരിയാം യാമിനി പോലും പാടുകയായി മധുഗാനം. ഒരു ചായ ആയാലോ എന്ന് മനസ്സിലിപ്പോ തോന്നിയുള്ളൂ. അപ്പോഴേക്കും ചായ എത്തി. അതാണ് മനപ്പൊരുത്തം. വാസ്തവം ഒരു ചായ ആയാലോന്ന് എനിക്കും തോന്നി. ആഹാ, തോന്നിയോ? ഓ, തനിക്ക് തോന്നുമ്പോ ചായ കൊണ്ട തരേണ്ടതേ തന്റെ പമ്പ്രനോത്തിയാ, അല്ലാതെ സുതത്തമ്പ്രാട്ടി അല്ല. പാവം, അത് ചായ ആയതുകൊണ്ടാ. ചായയുടെ ഇടയ്ക്ക് രാന്നുള്ളൊരു അക്ഷരം കൂടി കയറ്റി ചാരായെന്നാക്കിയിരുന്നെങ്കിൽ അപ്പൊ കാണാനും സന്തോഷം. അല്ലോ, ചൂടായി ചാരായെന്ന് കേട്ടിട്ടേ ഉള്ളൂ. അയ്യോ, ഈ കോടാലി കെട്ടി വെച്ചിട്ട് ബാക്കി കാര്യം.